അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലീത്ത അത്തനേഷ്യസ് യോഹാന്റെ ഖബറടക്കം തിരുവല്ല കുറ്റുപുഴയിലെ സഭാ ആസ്ഥാനത്ത് തന്നെ നടത്തും. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങ്. സഭയുടെ അവൈലബിൾ ആയിട്ടുള്ള സീനിയർ എപ്പിസ്കോപ്പുമാരുടെ കൗൺസിൽ ഇപ്പം നടക്കുകയുണ്ടായി. ബാക്കിയുള്ള എപ്പിസ്കോപ്പുമാർ സൂമിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അഭിവന്ധ്യ മെത്രാപ്പോലീത്ത തിരുമനസിന്റെ ഭൗതിക ശരീരം ഖബറടക്കുന്നത്, സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത് കേരളത്തിൽ സഭയുടെ ആസ്ഥാന മന്ദിരത്തിലായിരിക്കും, സഭയുടെ കത്തീഡ്രലായിരിക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. 2, സംസ്കാര ശുശ്രൂഷകളുടെ ഡേറ്റ് എന്നുള്ളതാണ്. അതിനൊരു കൃത്യമായ ഡേറ്റ് പറയാൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയിലെ പ്രൊസീജിയേഴ്സ് നേരിടേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു 8 to 10 ഡേയ്സിനുള്ളിൽ ഈ ബറിയൽ സർവീസ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ ഒരു ഡേറ്റ് നാളെ കൊണ്ട് ഫൈനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടും ഹൂസ്റ്റണിലെ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട്, ഈ സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുവാനും പുതിയൊരു മെത്രാപ്പോലീത്ത തിരുമനസിനെ തിരഞ്ഞെടുക്കുന്നത് വരെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും 9 അംഗങ്ങളടക്കുന്ന ഒരു എപ്പിസ്കോപ്പൽ ടീമിനെ, ബിഷപ്പ്മാരുടെ ടീമിനെ സെലക്ട് ചെയ്യുകയുണ്ടായി. ആ ടീമിന് നേതൃത്വം നൽകുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ചെന്നൈ അധിപതിരാസന അധിപനായിരിക്കുന്ന സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും ഈ 9 അംഗ ബിഷപ്പ് ടീമിന് നേതൃത്വം നൽകുന്നത്. തിരുമേനിയുടെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയും തിരുമേനിയായിരിക്കും മുഖ്യ കാർമ്മികനായിരിക്കുകയും പുതിയൊരു മെത്രാപ്പോലീത്ത തിരഞ്ഞെടുക്കുന്നവരെയുള്ള സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതും സാമുവൽ മോർ തിയോഫിലോസ് തിരുമേനിയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനന്യ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സഭ പുറത്തുവിടുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിവരം ലഭിക്കണമെങ്കിൽ നാളെ മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമാക്കുകയുള്ളൂ. അമേരിക്കയിൽ വെച്ചായിരുന്നു ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരിക്കുന്ന അത്തനേഷ്യസ് യോഹാന്റെ അപകടത്തിൽ മരണപ്പെടുന്നത്. അതിനാൽ തന്നെ അമേരിക്കയിൽ നിന്ന് ചില നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. നിലവിൽ ഇന്ത്യയിൽ കൊണ്ടുവരുവാനും സഭാസ്ഥാനമായ തിരുവല്ല കുറ്റപ്പുഴയിൽ തന്നെയാണ് ഖബറടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ചേർന്ന സിനഡ് യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സഭ എത്തിയത്. നാളെ തന്നെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അതിന്റെ കൃത്യമായ തീയതിയും കാര്യങ്ങളും അറിയിക്കാമെന്നും സഭയുടെ ഔദ്യോഗിക വക്താവായ ഫാദർ സിജോ പന്തപ്പള്ളിയിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. പുതിയ മെത്രാപ്പോലീത്തയെ തിരഞ്ഞെടുക്കും വരെ താൽക്കാലിക ഭരണ ചുമതല 9 അംഗ ബിഷപ്പ് കൗൺസിലിനായിരിക്കും നൽകുക. ഇതിന്റെ തീരുമാനമാണ്. ഡോക്ടർ സാമുവേൽ മാർട്ടി തെയോഫിലിസ് എപ്പിസ്കോപ്പിയായിരിക്കും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുക. അനന്യ, അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലീത്ത അത്തനേഷ്യസ് യോഹാന്റെ ഖബറടക്കം തിരുവല്ല കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് തന്നെ നടത്തും. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങുകൾ. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.